ഹായ് വിയസ്, ഇന്നു മുതൽ നമ്മളൊരു പുതിയ കോഴ്സ് ആരംഭിക്കുകയാണ്. HSA മാത്തമാറ്റിക്സ്. അതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുൻവർഷത്തെ ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ച് അതുപോലെ വരുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും വിശകലനവുമാണ്. നമുക്ക് നേരിട്ട് കോഴ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നമ്പർ ഓഫ് A ഈക്വൽ ടു 10, നമ്പർ ഓഫ് B ഈക്വൽ ടു 6, നമ്പർ ഓഫ് C ഈക്വൽ ടു 5 എന്നിവയ്ക്ക് പൊതുവായി ഒരംഗം പോലുമില്ല എങ്കിൽ നമ്പർ ഓഫ് A യൂണിയൻ B യൂണിയൻ C എന്താണ്? ഇവിടെ നോക്കുക. നമ്പർ ഓഫ് A ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ A എന്നുള്ള ഒരു സെറ്റ്, അതിൽ 10 മെമ്പേഴ്സ് ഉണ്ട്, 10 എലമെൻറ്റ്സ് ഉണ്ട്. നെക്സ്റ്റ് B എന്നൊരു സെറ്റ്, അതിൽ 6 എലമെൻറ്റ്സ്. നെക്സ്റ്റ് C എന്നൊരു സെറ്റ്, അതിൽ 5 എലമെൻറ്റ്. ഇത് C, ഇത് B. ഇനി ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് ഇവർക്ക് പൊതുവായി ഒരംഗം പോലുമില്ല. പൊതുവായി ഒരംഗം പോലുമില്ല. അപ്പോൾ നമുക്കറിയാം, ഞാൻ വരച്ച 3 സെറ്റ് നോക്കുക. അതിൻ്റെ വെൻ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്കറിയാം, അതിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളില്ല, ഇതുപോലെ കോമൺ ആയിട്ടുള്ള ഭാഗമില്ല. ശരിയല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? നമ്പർ ഓഫ് A യൂണിയൻ B യൂണിയൻ C എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് A യൂണിയൻ B യൂണിയൻ C. അവിടെ നമുക്ക് ഓർക്കേണ്ട ഒരു ഫോർമുല ഉണ്ട്. നമ്പർ ഓഫ് A യൂണിയൻ B യൂണിയൻ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് A പ്ലസ് നമ്പർ ഓഫ് B പ്ലസ് നമ്പർ ഓഫ് C മൈനസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B മൈനസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ C മൈനസ് നമ്പർ ഓഫ് B ഇൻ്റർസെക്ഷൻ C പ്ലസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B ഇൻ്റർസെക്ഷൻ C. ഇവിടെ ക്വസ്റ്റ്യനിൽ പൊതുവായി ഒരംഗം പോലുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർസെക്ഷൻ എന്നുള്ള പാർട്ടൊന്നും ഇവിടെ ഇല്ല. ഇൻ്റർസെക്ഷൻ എന്നുള്ളൊരു പാർട്ട് ഇവിടെ ഇല്ല. ശരിയല്ലേ? അപ്പോൾ നമുക്കിവിടെ ആൻസറിൽ വരാൻ ചാൻസ് ഉള്ളത് നമ്പർ ഓഫ് A പ്ലസ് നമ്പർ ഓഫ് B പ്ലസ് നമ്പർ ഓഫ് C, ഇത്രേ വരുന്നുള്ളൂ. ശരിയല്ലേ? അപ്പോൾ അതെന്ത് വരും? 10 പ്ലസ് 6 പ്ലസ് 5 ദാറ്റ് ഈക്വൽ ടു 21. നമ്പർ ഓഫ് A യൂണിയൻ B യൂണിയൻ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ 21 ആണ്. ഓക്കെ. ഇനി ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി അതുപോലത്തെ അത്തരത്തിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എയും ബിയും 2 ഗണങ്ങളാണ്. നമ്പർ ഓഫ് A 20, നമ്പർ ഓഫ് B 28, നമ്പർ ഓഫ് A യൂണിയൻ B 36. ദെൻ നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B അതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെയും നമുക്ക് നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷനാണ്. നമ്പർ ഓഫ് A യൂണിയൻ B, അവിടെ നേരത്തെ 3 സെറ്റ് ഉണ്ടായിരുന്നു. നമ്പർ ഓഫ് A യൂണിയൻ B യൂണിയൻ C. ഇവിടെ നമ്പർ ഓഫ് A യൂണിയൻ B ദാറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് A പ്ലസ് നമ്പർ ഓഫ് B മൈനസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B. ഓക്കെ. നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B, ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇതിൽ കാണാനുള്ളത് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B ആണ്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B ആണ്. ദാറ്റ് ഈക്വൽ ടു എന്ത് വരും? നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B ദാറ്റ് ഈക്വൽ ടു, ഫസ്റ്റ് നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യണം. 28 പ്ലസ് 36. നമ്പർ ഓഫ് A പ്ലസ് നമ്പർ ഓഫ് B 28 പ്ലസ് 20 ദാറ്റ് ഈക്വൽ ടു 48 മൈനസ് 36. therefore that equal to 12. ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് A മൈനസ് B ഈക്വൽ ടു 18, നമ്പർ ഓഫ് A യൂണിയൻ B ഈക്വൽ ടു 70, നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B ഈക്വൽ ടു 25 ആയാൽ നമ്പർ ഓഫ് B എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പൊതുവായി ഒരംഗം പോലുമില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ പൊതുവായി അംഗങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ നമുക്കിവിടെ 2 സെറ്റാണുള്ളത്, എയും ബിയും. ഈ ഭാഗത്തിന് നമ്മൾ പറഞ്ഞ പേരാണ് A ഇൻ്റർസെക്ഷൻ B.
ഈ ഭാഗത്തിന് നമ്മൾ പറഞ്ഞ പേരാണ് എ മൈനസ് ബി. ഇത് ബി മൈനസ് സി. ഓക്കെ, അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ 3 പാർട്ട് ആഡ് ചെയ്താൽ കിട്ടുന്ന 1 2 3 1 + 2 + 3 ഇത് 3 ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് സെയിം ആണ്. എ യൂണിയൻ ബി ഈക്വൽ ടു 1 + 2 + 3. ഇവിടെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ബി ആണ്. ശരിയല്ലേ? അപ്പോൾ അത് വെച്ച് നമുക്കൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്യാം. എന്താണ് ഫോർമുല? നമ്പർ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു നമ്പർ ഓഫ് എ മൈനസ് ബി പ്ലസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് എ. ഓക്കെ, അതിലൊക്കെ നമ്പർ ഓഫ് ഉണ്ട്. നമ്പർ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു നമ്പർ ഓഫ് എ മൈനസ് ബി പ്ലസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് എ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ നോക്കുക. നമ്പർ ഓഫ് എ മൈനസ് ബി തന്നിട്ടുണ്ട് 18, നമ്പർ ഓഫ് എ യൂണിയൻ ബി 70 തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 25 തന്നിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ നമുക്കിതിൽ തരാത്തത് നമ്പർ ഓഫ് ബി മൈനസ് എ ആണ്. നമ്പർ ഓഫ് ബി മൈനസ് എ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബി മൈനസ് എ എന്ത് വരും? നമ്പർ ഓഫ് എ യൂണിയൻ ബി മൈനസ് നമ്പർ ഓഫ് എ മൈനസ് ബി പ്ലസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ശരിയല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ബി മൈനസ് എ നമുക്ക് കിട്ടാത്ത അതാണ് നമ്പർ ഓഫ് ബി മൈനസ് എ. നമ്പർ ഓഫ് ബി മൈനസ് എ ദാറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് എ യൂണിയൻ ബി, നമ്പർ ഓഫ് എ യൂണിയൻ ബി മൈനസ് നമ്പർ ഓഫ് എ മൈനസ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കൂ. ബി മൈനസ് എ കാണാൻ നമ്പർ ഓഫ് എ യൂണിയൻ ബി 70 ആണ്. 70 മൈനസ് 25 മൈനസ് 18. ശരിയല്ലേ? അപ്പോൾ 70 മൈനസ് 25 മൈനസ് 18, 70 മൈനസ് 25 മൈനസ് 18 കിട്ടും. ശരിയല്ലേ? ഇനി നമുക്ക് അതിൽ നിന്ന് നമ്പർ ഓഫ് ബി മൈനസ് നമുക്ക് കിട്ടി. നമുക്ക് ആവശ്യം എന്താണ്? നമുക്ക് ആവശ്യം നമ്മുടെ എയിം നമ്പർ ഓഫ് ബി കാണുക എന്നുള്ളതാണ്. ശരിയല്ല? നമ്പർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമാണ് നമ്പർ ഓഫ് ബി. ഈ ഭാഗത്തെ നമ്മൾ പറഞ്ഞ പേരാണ് ഇത് എ മൈനസ് ബി. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനും ഈ പോർഷൻ നമ്മൾ പറഞ്ഞ പേരാണ് ബി മൈനസ് എ. ഈ ഒരു പോർഷനും ഈ പോർഷൻ നമ്മൾ പറഞ്ഞ പേരാണ് എ ഇൻ്റർസെക്ഷൻ ബി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഏത്? നമ്പർ ഓഫ് ബി. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നമ്പർ ഓഫ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ബി മൈനസ് എ പ്ലസ് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നേരത്തെ കാണിച്ച സെറ്റ് ഉണ്ട്, ഇതും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ്. ഓക്കെ, അതങ്ങനെ ചെയ്യുമ്പോൾ therefore the answer is 52. ചെയ്തു നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു കൂട്ടം വ്യക്തികൾ 100 പേരുണ്ടാവും. 72 പേര് ഇംഗ്ലീഷിലും 43 പേർ ഫ്രഞ്ചിലും സംസാരിക്കുന്നു. ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കുന്നവർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് 2 ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് എ എന്നുള്ള സെറ്റ് നമ്പർ ഓഫ് എ ദാറ്റ് ഈക്വൽ ടു 72. ഓക്കെ, നമ്പർ ഓഫ് ബി ദാറ്റ് ഈക്വൽ ടു 43. ഇനി ആകെ എത്ര പേരുണ്ട്? 100 പേര്. നമ്പർ ഓഫ് എ യൂണിയൻ ബി ആകെ ഇവിടെ 100 പേരുണ്ട്. എ യൂണിയൻ ബി ഈക്വൽ ടു 100.
ഓക്കെ, അതിൽ 72 പേര് എന്താണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നു, 43 പേർ ഫ്രഞ്ചിലും സംസാരിക്കുന്നു. നമുക്ക് വേണ്ടത് ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കുന്നവർ എത്രയാണ്. ഇംഗ്ലീഷിൽ മാത്രം എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനാണ് കാണേണ്ടത്. ആ പോർഷൻ നമുക്കറിയാം A-B, എയിൽ നിന്ന് B എന്ന പാർട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. A-B ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, നമുക്ക് നമ്മൾ കഴിഞ്ഞ ഫോർമുല തന്നെ യൂസ് ചെയ്യാണ്. നമ്പർ ഓഫ് A യൂണിയൻ B ഈക്വൽ ടു നമ്പർ ഓഫ് A പ്ലസ് നമ്പർ ഓഫ് B മൈനസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B. അതിൽ നമുക്ക് A ഇൻ്റർസെക്ഷൻ B അറിയില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അത് കാണുന്നു. A ഇൻ്റർസെക്ഷൻ B, നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B ഈക്വൽ ടു 72 പ്ലസ് 43 മൈനസ് 100. നമ്പർ ഓഫ് A പ്ലസ് നമ്പർ ഓഫ് B മൈനസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B. ഓക്കെ, അത് എത്ര കിട്ടും നമുക്ക്? ദാറ്റ് ഈക്വൽ ടു 15 കിട്ടും. നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B ഈക്വൽ ടു 15. ഇനി നമ്പർ ഓഫ് A ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് A എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് A മൈനസ് B പ്ലസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B. നമ്പർ ഓഫ് A മൈനസ് B, നമ്പർ ഓഫ് A ഈക്വൽ ടു നമ്പർ ഓഫ് A മൈനസ് B പ്ലസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B. ഓക്കെ, നമ്പർ ഓഫ് A മൈനസ് B പ്ലസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B ദാറ്റ് ഈക്വൽ ടു എത്ര കിട്ടും? നമ്പർ ഓഫ് A മൈനസ് B പ്ലസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B ദാറ്റ് ഈക്വൽ ടു ആൻസർ ഈസ് 57. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കൂട്ടം വ്യക്തികൾ, സെയിം ക്വസ്റ്റ്യനാണ്. 60 പേരുണ്ടത്. അതിൽ 27 പേർ ചായയും 42 പേർ കോഫിയും കുടിക്കുന്നു. എല്ലാവരും ഏതെങ്കിലും ഒരെണ്ണം കുടിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ രണ്ടും കുടിക്കുന്നവരുണ്ടാവും അതിൽ. എങ്കിൽ രണ്ടും കുടിക്കുന്നവർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. രണ്ടും കുടിക്കുന്നവർ എത്ര എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ്, നമുക്കെന്താ കാണേണ്ടത്? നമ്പർ ഓഫ് A തന്നിട്ടുണ്ട് 27, നമ്പർ ഓഫ് B തന്നിട്ടുണ്ട് 42 അല്ലേ? 27 നമ്പർ ഓഫ് A, നമ്പർ ഓഫ് B 42, നമ്പർ ഓഫ് A യൂണിയൻ B തന്നിട്ടുണ്ട് 60. അത് കാണേണ്ടത് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B ആണ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഫോർമുലയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്പർ ഓഫ് A യൂണിയൻ B ഈക്വൽ ടു നമ്പർ ഓഫ് A പ്ലസ് നമ്പർ ഓഫ് B മൈനസ് നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഇത് രണ്ടും കുടിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് A ഇൻ്റർസെക്ഷൻ B ആണ്. ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആൻസർ ദാറ്റ് ഈക്വൽ ടു 9 കിട്ടും. ശരിയല്ലേ? നോക്കുക, 27 പ്ലസ് 42 എത്ര വരും? 69 അല്ലേ? 69 മൈനസ് 60 ദാറ്റ് ഈക്വൽ ടു 9. ഫോർ ദ ആൻസർ ഈസ് 9. അപ്പോൾ നമ്മളിന്ന് 5 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ തരത്തിലുള്ള 4 ക്വസ്റ്റ്യൻസ് കൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് വെൻ ഡയഗ്രാമൊക്കെ വെച്ചിട്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.